അപ്പം നിങ്ങൾക്കൊരു സംശയം ഇരിക്കുമ്പോൾ ഇത് പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ, നമുക്ക് നോക്കാം ഇത് പിടിച്ചിട്ടുണ്ടോ എന്ന്. അപ്പം ഞാൻ വെള്ളം വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണത് വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു യുജീനിയ പ്ലാന്റ്സ്. എല്ലാവർക്കും അറിയുന്നുണ്ടാകും ഈ നല്ല ഭംഗിയുള്ള ഇലകളുള്ള ഈ ഒരു പ്ലാന്റ്. ഇതിനെ നമുക്ക് എങ്ങനെ വേര് പിടിപ്പിക്കാം എന്നുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ശരിക്കും ഈ ഒരു ബാക്കിയുള്ള ഒരുപാട് പ്ലാന്റ്സ് വേര് പിടിപ്പിക്കുന്ന പല വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മളെ മണലിലൊക്കെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. റൂട്ടിംഗ് ഹോർമോണൊന്നും കൊടുക്കാതെ തന്നെ ചെയ്തിട്ടുള്ള കുറേ പ്ലാന്റ്സിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പ്ലാന്റ് നമുക്ക് എപ്പോഴും ചെയ്തപ്പം എപ്പോഴും നമ്മൾ തോറ്റു പോയിട്ടേ ഉള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ പല രീതിയിൽ ചെയ്ത് നോക്കി, മണലിൽ പിടിപ്പിച്ച് നോക്കി. ഇനിയിപ്പോൾ കാലാവസ്ഥേൻ്റെ പ്രശ്നങ്ങളാണോ എന്താണെന്നൊന്നും അറിയില്ല. ഒരുപാട് പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടും സക്സസ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇതൊരു വെറൈറ്റിയാണ്. ഇതെല്ലാതെ ഒരു ക്രീം ഷെയ്ഡൊക്കെ വരുന്ന കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെറിയ പ്ലാന്റ്സ് ആണ്, ഒരുപാട് വലുതൊന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്ക് സോറി കേട്ടോ. അപ്പോൾ നമുക്കിത് ഞാൻ ഓപ്പൺ ചെയ്തത് കാണാം. നമുക്ക് ഇത് കാണുന്നുണ്ടോ നിങ്ങൾ? ഒരെണ്ണം കൂടി ഞാൻ ക്ലോസിൽ ഓപ്പൺ ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് ലൈവായിട്ട് ഓപ്പൺ ചെയ്യാം. ഇതിപ്പോൾ റൂട്ട് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ഇത് ഏകദേശം റൂട്ട് വന്നോ എന്നുള്ളത് മനസ്സിലാവാം. അത് കണ്ടോ, നിങ്ങൾക്ക് കണ്ടോ, ഒരൊറ്റൊരു വരയേ ഉള്ളൂ, കാണുന്നില്ലേ? ഓക്കെ, നല്ല നമുക്ക് വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് ചെയ്യാം. ഓക്കെ, ശരിക്കും ഇതൊരു കുറച്ച് റിസ്കി ഫാക്ടറാണ്. നമുക്ക് ശരിക്കും ബോർഡറായിട്ട് ഒരു എൻഡ് മുതൽ ഒരു എൻഡ് വരെ ഇത് പിടിപ്പിച്ചാൽ നല്ല ഭംഗിയായിരിക്കും. പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ബിൽഡിങ്സിൻ്റെയൊക്കെ സൈഡിലൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു എൻഡ് മുതൽ എൻഡ് വരെ ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് റൂട്ടിംഗ് ഹോർമോൺ കൊടുത്തിട്ട് ചെയ്യാം. വമ്പൻ നിരാശ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു ചെടി മാത്രമല്ല, തൊട്ടടുത്ത ചെടിയിലും വേര് വന്നിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുള്ള, ഒരിക്കലും തിടുക്കം കൂട്ടരുത്. മറ്റുള്ള ചെടികൾ വേര് പിടിപ്പിക്കുന്നത് പോലെയല്ല നമ്മുടെ യുജീനിയ പ്ലാന്റ്. ഒരു മാസത്തിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഇലയൊക്കെ പച്ച കളറാണെങ്കിൽ കൂടിയിട്ട് അത് വേര് പിടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരണമെങ്കിൽ അതിന് പുതിയ തളിർപ്പുകൾ വന്നിട്ടുണ്ടാക്കണം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കാം, പച്ച ഇല തന്നെയായിട്ട് ഇത് ചെടി നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പിടിച്ചു കിട്ടും കേട്ടോ. ഒരു മാസം കഴിഞ്ഞിട്ടും പച്ച കളർ കാണുകയാണെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ചെടികളോ പൊക്കി നോക്കുന്ന പോലെയുള്ള എടുത്തു നോക്കുന്ന പോലെ വേര് തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാകില്ല. അപ്പം പ്രത്യേകമായിട്ട് അത് ശ്രദ്ധിക്കുക. ഒരു 100 ചെടി കുത്തി പിടിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10% പിടിച്ച് കിട്ടുള്ളൂ. ചിലരുടെ ഭാഗ്യത്തിനനുസരിച്ച് ചിലപ്പം 100 പിടിച്ചെന്ന് വരും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു ചെടിക്ക് വളരെയധികം റേറ്റ്. നഴ്സറിയിൽ നമുക്ക് അന്വേഷിച്ചാൽ കാണാൻ പറ്റും, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ക്ലിപ്പ് അത്യാവശ്യം ക്ഷമയോടുകൂടി ഞാൻ വേര് പിടിപ്പിച്ചൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേ മുമ്പേ ഞാൻ ചെയ്ത് വെച്ചതായിരുന്നു ഈ 2 പ്ലാന്റ്സ്. അപ്പം ഇത് നന്നായിട്ട് റൂട്ടഡ് ആയിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ റൂട്ടിംഗ് ഹോർമോൺ കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ മണലിൽ നമ്മൾ ട്രേയിലൊക്കെ വലിയ ട്രേ വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ അകത്ത് മണലൊക്കെ വെച്ചിട്ട് ഞാൻ ഒരുപാടെണ്ണം ഇതുപോലെ വെച്ച് നോക്കി. ഒരെണ്ണം പോലും പിടിച്ചിട്ടില്ല, എല്ലാം കരിഞ്ഞു പോയി. അപ്പോൾ ഇതും മെലസ്റ്റോമിയും ഏകദേശം ഒരേ ഒരു ഗ്രൂപ്പിൽ പെട്ടത്. ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും ഈ ഒരു ചെടി പിടിക്കില്ല. ഇത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആയി. ഇപ്പോൾ ഇത് മാറ്റാൻ സമയമൊക്കെ എപ്പോഴോ ആയി കഴിഞ്ഞു. അത്രയും ചെറിയൊരു കഷ്ണം മതി ശരിക്കും. വലിയ തണ്ടുകൾ വെച്ചാലൊക്കെ പിടിക്കും. അതൊരു ലക്കാണ് കേട്ടോ, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ മണലിൽ വെച്ചിട്ട് പിടിച്ചിട്ടില്ല. പിന്നെ പല രീതിയിൽ ചെയ്ത് നോക്കി, ചാണകം അങ്ങനെ കുറച്ച് പോട്ടിംഗ് മിക്സ് ഒക്കെ വെച്ചിട്ട് ചെയ്ത് നോക്കി, അതും പിടിച്ചില്ല. അപ്പോൾ എല്ലാം ഫെയിലിയർ ആയിരുന്നു. പക്ഷേ റൂട്ടിംഗ് ഹോർമോൺ കൊടുത്തപ്പം ഇത് പിടിച്ച് കിട്ടി. ഓക്കെ, അപ്പോൾ ലാസ്റ്റത്തെ ഒരു ഇതായിരുന്നു. അപ്പോൾ റൂട്ടിംഗ് ഹോർമോൺ കൊടുത്ത് നോക്കിയിട്ട് ചെയ്യാമെന്നുള്ളത്. എല്ലാവരെയും പിടിച്ച് കിട്ടിയിട്ടുന്ന ഒരുപാട് പേര് ഓട്ടു പോവാണ് കേട്ടോ. ഭയങ്കര ഇവിടെ റോഡ് സൈഡാണ്, അത്യാവശ്യം നല്ല ശബ്ദമുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് പറയാം, നമുക്കൊരുവിധം പ്ലാന്റ്സ് ഞാനിപ്പോൾ എൻ്റെ നെയ്ബർ മിനിയേച്ചി പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ചട്ടിയിൽ കുത്തിയിട്ട് നോക്ക്, ചിലപ്പം പിടിക്കും. എന്താ വെച്ചാൽ ചേച്ചി പിടിപ്പിച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഭാഗ്യവശാൽ നമുക്ക് പിടിക്കും, ചിലപ്പോൾ നമുക്ക് പിടിച്ചില്ല എന്ന് വരും. ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ, വേരുകൾ വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം കുറച്ച് മുമ്പേ ചെയ്ത് വെച്ച് തന്നെയാണ് കേട്ടോ. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. അപ്പോൾ ഇത് ശരിക്കും വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഓപ്പൺ ചെയ്യാൻ. എന്താണെന്ന് വെച്ചാൽ റൂട്ട് പെട്ടെന്ന് കേടായി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
പോട്ടിംഗ് മിക്സ് ആയിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. സാധാരണ നമ്മൾ ഗാർഡൻ സോയിൽ ആണ് ഇട്ടത്. കുറച്ച് മണലിൻ്റെ മിക്സ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. ശരിക്കും ഭയങ്കര ഒരു ഭംഗിയല്ലേ ഇതിങ്ങനെ കാണാൻ. എനിക്കിത് ചെയ്ത് കാണിച്ചു തരാനും ഭയങ്കര ഒരു സന്തോഷമാണ്. ഇതിങ്ങനെ ചെയ്തു സക്സസ് ആയി എന്നുള്ളത് പറയുമ്പം ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. കണ്ടോ, വളരെ ലൈവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയത്. ഇതിപ്പോൾ ചിലപ്പം ഷോക്ക് വരും, എന്തായാലും ചെടിക്ക് ഷോക്ക് വരും. നമ്മളിങ്ങനെ പെട്ടെന്ന് ഫുള്ളി ഈ മണ്ണ് ഇങ്ങനെ ഇതിൻ്റെ അടുത്തുനിന്ന് എടുത്ത് മാറ്റിയാൽ തീർച്ചയായിട്ടും ഷോക്ക് വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് യൂജീനിയ പ്ലാന്റ് വളരെ ഈസി ആയിട്ട് വേര് പിടിപ്പിക്കാം. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് രണ്ടിലും നമുക്ക് വേര് പിടിച്ചെന്ന് കാണാം. ഓക്കെ, ഇതിപ്പോൾ ചട്ടീൻ്റെ ഉള്ളിലൊക്കെ വേണമെങ്കിൽ കുറച്ചൊന്ന് നമ്മളെ റൂട്ടിംഗ് ഹോർമോണിലൊന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഏതെങ്കിലും ചട്ടീൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ഇതിനായിട്ട് നമ്മളിതുപോലെ കവറിലാക്കിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു കുഞ്ഞി കട്ടിങ്സ്. ഇപ്പോൾ ഇതിപ്പോൾ കുറച്ച് അത്യാവശ്യം ചെടി വലുതായതാണ് കേട്ടോ. അപ്പോൾ അത്ര വലിയ കട്ടിങ്സ് എടുക്കണ്ട. അത്യാവശ്യം എന്താ ഒരു ഇത്ര വളരെ ഇതിൻ്റെ തറ്റം, അതായത് വുഡി ആയിട്ടുള്ള എടുക്കണ്ട. അപ്പം പിടിച്ച് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് അങ്ങനത്തെ എടുത്തു കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുന്നത്. ഇങ്ങനത്തെ വളരെ ഇങ്ങനെ തെളിർപ്പ് ഉണ്ടാവുമല്ലോ, ആ ഒരു ചെറിയ കഷ്ണം മാത്രം മതി. ഞാൻ കാണിച്ചു തരാം. ഇത്ര ചെറിയ കഷ്ണം മതി, ആ ഒരു തറ്റം മതി. കട്ട് ചെയ്തിട്ട് നന്നായിട്ട് റൂട്ടിംഗ് ഹോർമോണിൽ ഡിപ്പ് ചെയ്തിട്ട് ചെയ്ത് നോക്കി നോക്കൂ, എന്തായാലും പിടിച്ച് കിട്ടും. ഇത് ജസ്റ്റ് റൂട്ടിംഗ് ഹോർമോൺ നമുക്ക് ആമസോണിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും. ഫാസ്റ്റ് റൂട്ട്സ് പറഞ്ഞിട്ട് ഒന്ന് വാങ്ങി ഒന്ന് ഫ്രീ. അപ്പം അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പം നമുക്ക് നല്ല റിവ്യൂ ഒക്കെ ഉള്ള ഒരുപാട് റൂട്ടിംഗ് ഹോർമോൺസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ നമ്മളെ ആമസോണിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കൂ, എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പം നമുക്ക് ഒന്നും കൂടി കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ അതിൽ ഡിപ്പ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കവറിൻ്റെ അകത്തേക്ക് അത് പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഇനിയുള്ള ക്ലിപ്പിംഗ്സൊക്കെ കുറച്ച് ലാഗിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സംശയങ്ങൾ വരും. അത് കാരണമാണ് ഞാൻ എങ്ങനെയാണോ ചെയ്തത് അത് നിങ്ങൾക്കിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇങ്ങനത്തെ ചെറിയ 2 കട്ടിങ്സാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമുക്ക് നല്ല കത്രിക, അതായത് നല്ല ഷാർപ്പായിട്ടുള്ള പുതിയ കത്രിക ഉപയോഗിക്കണം. നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നല്ല ഷാർപ്പായിട്ടുള്ള പുതിയ ബ്ലേഡ് ഉപയോഗിച്ച് വേണം അത് കട്ട് ചെയ്യാൻ. കട്ടിങ്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ചെയ്യാനുള്ളത് നനഞ്ഞ മണ്ണ്. ഓക്കെ, നല്ല നനവുള്ള മണ്ണ് തന്നെ ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ റൂട്ടിംഗ് ഹോർമോൺ കൊടുക്കുന്നത് കാരണം ഫസ്റ്റത്തെ ഒരു 4-5 ദിവസം നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിക്കുന്നില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു കവറ്, ഇത് കറക്റ്റായിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പം നനഞ്ഞ മണ്ണ് ഉപയോഗിച്ചത് കാരണമാണ് മണ്ണിന് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി. സാധാരണ ഗാർഡൻ സോയിൽ കുറച്ച് മണൽ മാത്രമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് അങ്ങനെയൊന്നും വേണ്ട, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്താൽ കറക്റ്റ് കവറൊന്ന് മര്യാദയ്ക്ക് പൊസിഷനിൽ നിൽക്കുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞു ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ട് നമുക്ക് ഈ കട്ട് ചെയ്ത കട്ടിങ്സ് ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് വരുന്ന ഇലകൾ മൊത്തമായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ചെടിക്ക് സ്ട്രെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളിത് റൂട്ടിംഗ് ഹോർമോണിലേക്ക് ഡിപ്പ് ചെയ്യുന്നുണ്ട്. അത് കാരണമാണ് നനഞ്ഞ മണ്ണായിരിക്കണം ഞാൻ പ്രത്യേകം പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ 4-5 ദിവസം ആ റൂട്ടിംഗ് ഹോർമോൺ കറക്റ്റായിട്ട് അതിൻ്റെ അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് മൊത്തമായിട്ട് ഒലിച്ചു പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ആദ്യം ചെയ്ത് വെച്ച ചെടി കണ്ടാൽ തന്നെ അറിയാം താഴത്തെ ഭാഗത്തേക്കൊന്നും ഇലകളില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയ കട്ടിങ്സ് തന്നെയായിരുന്നു ഞാൻ അന്നും എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പിന്നെ ഇലകളൊക്കെ വന്ന് തളിർപ്പ് വന്ന് പിന്നെ വലുതാവാൻ തുടങ്ങിയത്. പിന്നെ എല്ലാം ഒരു എക്സ്പെരിമെൻ്റ് തന്നെയാണ്. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. ഒരുപാട് പ്രാവശ്യം ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇത് സക്സസ് ആയിട്ടുള്ളത്. അല്ലാണ്ട് ഒറ്റയടിക്ക് ഇത് എടുത്തതൊന്നല്ലേ. പിന്നെ നമ്മുടെ റൂട്ടിംഗ് ഹോർമോൺ ആണിത്. ഇങ്ങനെ ഒരു വൈറ്റ് പൗഡറാണ് ഉണ്ടാവുക. ജസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഡിപ്പ് ചെയ്ത് രീതിയിൽ ചെയ്യുക. അപ്പോൾ നമ്മൾ കട്ടിങ്സ് എടുത്ത ഉടനെ തന്നെ ഈ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യണം കേട്ടോ. അല്ലാണ്ട് കട്ടിങ്സ് എടുത്തിട്ട് കുറേ കഴിഞ്ഞിട്ടൊന്നും ആവരുത് ഇത് ചെയ്യേണ്ടത്. ഇനി വളരെയധികം ശ്രദ്ധിക്കുക, നല്ലൊരു ഹോൾ ഉണ്ടാക്കുക. ആ റൂട്ടിംഗ് ഹോർമോണിൻ്റെ പൗഡർ ഒരു തട്ടിപ്പോവാത്ത രീതിയിൽ നമ്മൾ മെല്ലെ അതിൻ്റെ അകത്തേക്ക് പ്ലേസ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ 2 ഫിംഗർ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് വെള്ളം ഇപ്പോൾ ഒഴിക്കുന്നില്ല. ഒരു 4-5 ദിവസത്തേക്ക് നമ്മൾ അങ്ങനെ തന്നെ വെച്ചേക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതായത് ഡ്രൈ ആയി പോകരുത്, ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലാണ്ട് വെള്ളം കോരി ഒഴിക്കരുത്. നല്ല ഷെയ്ഡുള്ള സ്ഥലത്ത് തന്നെ ഇത് മാറ്റി വയ്ക്കുക. പിടിച്ചെന്ന് കുറേ കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് മനസ്സിലാവും. അതായത് തെളിർപ്പുകൾ വരണം, പുതിയ ഇലകൾ വരണം, എന്നാൽ നമുക്ക് ഉറപ്പിക്കാം നമ്മളെ ചെടി പിടിച്ചിട്ടുണ്ട് എന്നുള്ളത്.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ 4-5 ദിവസത്തേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ടാന്ന്. അതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. അതായത് അതിന് ഈർപ്പം നിലനിൽക്കണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഷെയ്ഡിൽ തന്നെ വെക്കാം. അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒന്ന് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പിന്നെ ചെടീനെ ഒന്ന് എക്സ്പോസ് ചെയ്യാൻ, അതായത് സൺലൈറ്റിലേക്കൊക്കെ നമ്മൾ എക്സ്പോസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഈ ഒരു ചെടി ഞാൻ പറയുകയാണെങ്കിൽ ഷെയ്ഡ് തന്നെ മാറ്റി വെക്കുന്നതാണ് നല്ലത്. അത്യാവശ്യം നല്ല സമയം തന്നെ എടുക്കും ഇത് പിടിച്ച് കിട്ടാൻ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് സക്സസ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ കമൻറ്റ്സ് പറയൂ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല മനോഹരമായിട്ടുള്ള റൂട്ട്സ് കണ്ടോ. അപ്പോൾ ഒരുപാട് വലിയ സൈസ് എടുക്കണ്ട, ഞാൻ പ്രത്യേകം പറയുകയാണ്. ഒരുപാട് വലിയ സൈസിലുള്ള ഇത് എടുക്കണ്ട കേട്ടോ. എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം പിടിക്കാൻ, ഇപ്പം മഴക്കാലമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാതെ പിടിച്ച് കിട്ടും. പക്ഷേ ഈ നല്ല വേനൽ സമയത്തൊക്കെയാണ് നമ്മൾ നടുന്നത് വെച്ചാൽ, ഇപ്പോൾ ശരിക്കും ഏറ്റവും ബെസ്റ്റ് ടൈം ഈ ഒരു തണുപ്പുള്ള സമയത്ത് പിടിപ്പിക്കുന്നതാണ്. ഒരുവിധം ചെടികളൊക്കെ പെട്ടെന്ന് പിടിച്ച് കിട്ടും. അപ്പം ഈ യൂജീനിയ മാത്രമാണ് നമ്മൾ റൂട്ടിംഗ് ഹോർമോൺ കൊടുത്തിട്ട് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ ഒരുവിധം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വെറുതെ മണലിൽ തന്നെ കുത്തിയിട്ടാൽ സുഖസുന്ദരമായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ ഇത് മാത്രമാണ് നമ്മളിന്ന് കുഴക്കിയത്. ഓക്കെ, അപ്പോൾ ഇത് മെലസ്റ്റോമിയോ അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ വരുന്നൊരു ചെടി തന്നെയാണ്. അത്യാവശ്യം കുറച്ച് റിസ്ക്കിയാണ് പിടിപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും സക്സസ് ആവും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.